ആദ്യമേ തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൽത്താരയിൽ എത്തിച്ച പരിശുദ്ധ കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ 28/11/2022 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോളന്ന് B.Edന് പഠിക്കുകയാണ്. അവൾക്ക് പഞ്ചായത്തിൽ നിന്നൊരു ലാപ്ടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് മെമ്പർ വിളിച്ചു. രാത്രി 9:30 മണിക്കാണ്. 12 മണിയാകുമ്പോൾ സ്കൂളിൽ വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 12 മണിക്ക് സ്കൂളിൽ ചെന്നപ്പോഴത്തെ പറയുന്നു, നിങ്ങളുടെ അപേക്ഷ 28ാമത്തെ പേരാണ്, 10 പേർക്കേ ഉള്ളെന്ന് പറഞ്ഞു. എന്നാലും നിങ്ങളൊരു അപേക്ഷ തന്നു നോക്ക്, പറ്റുമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് അപേക്ഷ വാങ്ങി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതിനുവേണ്ടി അപേക്ഷയും വാങ്ങി ഞാൻ കാശുരൂപമെടുത്ത് കുരിശ് വരച്ച് അപേക്ഷ കൊടുത്തു. 2 ദിവസത്തിനുള്ളിൽ തന്നെ അതിന് വേണ്ട എല്ലാ അപേക്ഷയോടൊപ്പം കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടി. അപ്പോൾ എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, അമ്മ നമുക്ക് കിട്ടുമോ? അതാ കിട്ടൂല. ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ അമ്മയുടെ സന്നിധിയിൽ ചെന്ന് ഉടമ്പടി എടുത്തിട്ട് ഇന്ന് 3 ദിവസമേ ഉള്ളൂ. അമ്മ എന്നെ ഒരിക്കലും കൈവിടൂല, പിന്നെന്ത്, നീ ധൈര്യമായിരിക്കുമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ലാപ്ടോപ്പ് തന്നപ്പോൾ 10ാമത്തെ ആളായി എൻ്റെ മോളെയും പരിഗണിച്ചു. കൊറോണ സമയത്ത്, രണ്ടാമതായി ഞാൻ പറയുന്നത്, കൊറോണ സമയത്ത് എൻ്റെ കൊച്ചുമകനാണ്, നിൽക്കുന്ന മൂത്ത മകളുടെ മകനാണ്. അവന് ജലദോഷവും കഫക്കെട്ടും കണ്ണിൽ ചുവപ്പും ഉണ്ടായി. മക്കൾ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി 2 ആഴ്ചയോളം മരുന്ന് കൊടുക്കുകയും കണ്ണിൽ മരുന്നൊഴിക്കുകയും ചെയ്ത് യാതൊരു കുറവുമില്ല. അവർ വാടക വീട്ടിലായിരുന്നു. ഞാൻ പറഞ്ഞു, മക്കളെ ഇങ്ങ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഉടമ്പടി തൈലം കുരിശ് വരച്ച് കണ്ണിൻ്റെ പുറമേയിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. 2 ദിവസം കൊണ്ട് അവൻ്റെ കണ്ണ് നന്നായി വെളുക്കുകയും അവൻ്റെ സർവ്വരോഗവും മാറുകയും ചെയ്തു. എൻ്റെ അമ്മയ്ക്ക് 12 വർഷത്തിന് മുമ്പ് ക്യാൻസർ വന്ന് പൂർണ്ണമായി മാറി. 2023 അമ്മ പെട്ടെന്നൊരു ദിവസം പനി വരികയും ആഹാരം കഴിക്കാൻ വയ്യ, വളരെ ബുദ്ധിമുട്ടായി, വളരെ സങ്കടമായി. ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞ് അമ്മ ഒരു ദിവസം ആശുപത്രിയിൽ പോയി. മെഡിക്കൽ കോളേജിൽ അനിയത്തി അമ്മയും കൂടെയാണ് പോണത്. പോയപ്പോഴത്തേക്ക് പറഞ്ഞു, രോഗമൊക്കെ ചെറുതായിട്ടുണ്ട്, ഇനി വയസ്സായില്ലേ, ഇനി എന്ത് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ ഇരിക്കുകയുള്ളൂ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അമ്മ വന്ന് ഇങ്ങനെ പറയുകയാണ്, ആഹാരം ഒന്നും കഴിക്കാൻ വയ്യ. അപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കഞ്ഞിവെള്ളം അമ്മയ്ക്ക് കൊടുത്തിട്ട് നിങ്ങളിത് കുടിക്കമ്മേ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. രാത്രിയായപ്പോൾ അമ്മ കുറച്ച് കഞ്ഞിയും കുടിച്ചു. അന്ന് വെളുപ്പാങ്കാലത്തെ 5:30 ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അമ്മയും ഒരു മുറിയിലാണ് കിടക്കുന്നത്, മക്കളൊക്കെ. അപ്പോൾ പറഞ്ഞ്, മക്കളെ നോക്കിയാണ് എൻ്റെ വയറിലൊരു മുഴ. ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ മുഴ. ഞാൻ ആ മുട്ടിന്മേൽ നിന്ന് അതേ അവസ്ഥയിൽ തന്നെ തിരിഞ്ഞ് വന്നിട്ട് അമ്മയുടെ വയറിൽ ആ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവേ, ഞങ്ങൾക്കിനി ട്രീറ്റ്മെൻറ്റിനുള്ള വകയില്ല, ഞങ്ങളെക്കൊണ്ട് കഴിയില്ല, അമ്മ ഇതെടുത്തു മാറ്റണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ സുഹൃത്തിനോട് ചെന്ന് പറഞ്ഞു, റാണി, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കാനുള്ള സമയവുമായി, പിറ്റേന്ന് പുതുക്കാൻ വരണം. അപ്പോൾ അവൾ പറഞ്ഞെങ്കിൽ നമുക്ക് അമ്മയും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ അമ്മയും എൻ്റെ കൊച്ചുമോനും റാണിയുടെ മക്കളുമായിട്ട് ഇവിടെ വന്ന് ഞാൻ ഈ അൽത്താരയുടെ മുന്നിൽ കൊണ്ടുവന്നൊരു കസേര ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം പൂർണ്ണമായിട്ട് സൗഖ്യം വാങ്ങി ഇറങ്ങണം, മാതാവിൻ്റെ നിന്ന് വാങ്ങിയിട്ടേ ഇറങ്ങാവൂ, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കാൻ കയറിപ്പോയി. ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് താഴെ ഹോട്ടലിൽ ചെന്ന് അമ്മയ്ക്ക് ചോറ് വാങ്ങിക്കൊടുത്ത്, പനിയായിട്ട് വന്നതാണ്, ചോറ് വാങ്ങിക്കൊടുത്ത് റാണി ഒരു ഐസ്ക്രീമും വാങ്ങിക്കൊടുത്തിട്ട് പറഞ്ഞ് അമ്മ കഴിക്കുമെന്ന് പറഞ്ഞ് കൊടുത്ത് ഞങ്ങൾ തിരികെ കൊണ്ടുപോയി. പിറ്റേ മാസം മെഡിക്കൽ കോളേജിൽ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല, ആളാണ് ഈ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് B.Ed പരീക്ഷ ഭയങ്കര പാടായിരുന്നു എൻ്റെ മകൾക്ക്, 2ാമത്തെ മകൾക്കാണ്. അവൾ പറയാം, അമ്മ ഭയങ്കര പാടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, മക്കളെ, ഞാൻ അമ്മയുടെ ഉടമ്പടിയിലാണ്, അമ്മ നിന്നെ നോക്കിക്കൊള്ളും, ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തുന്നത്, അമ്മ നിന്നെ കൈവിടില്ല. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉടമ്പടി തൈലം പൂശി കുരിശ് വരച്ച് ഉപ്പും കൊടുത്ത് വിട്ട്, എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ഏതെങ്കിലും ആരും കാണാത്ത ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവേ എന്നെ നീ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. അവൾ വരുന്നത് വരെ ഞാനും ജപമാല ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നല്ല മാർക്ക്, 83% മാർക്കോടുകൂടി അവൾ ജയിച്ചു. അതുപോലെ കേട്ടറ്റ് പരീക്ഷ ഇവിടെ വന്നു. എൻ്റെ ഉടമ്പടിയിൽ അവൾക്ക് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, മാതാവ് കാണും, അമ്മ നോക്കിക്കോളും, നീ ധൈര്യമായിട്ട് വാന്ന് പറഞ്ഞ് ഇതേപോലെ തന്നെ ഒപ്പും കൊടുത്ത് പറഞ്ഞു വിട്ട്, ഉടമ്പടി തൈലം പൂശി കുരിശും വരച്ച് പറഞ്ഞു വിട്ടു. അവളും നല്ല മാർക്കോടുകൂടി 2ാം ഭാഗം വിജയിച്ചു. 3ാം ഭാഗം ഇപ്പോൾ എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ 4ാമത്തെ ഉടമ്പടിയാണ്. എൻ്റെ മൂത്ത മകൾക്കൊരു വീട് 8 വർഷം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതാണ്. ഇവിടെ വന്ന് എൻ്റെ 4ാമത്തെ ഉടമ്പടിയായിട്ട് ഞാൻ വച്ചു.
അത് നടന്നു. ഇപ്പം ബ്ലോക്കിൽ നിന്നൊരു വീട് കിട്ടി, അതിൻ്റെ തറക്കല്ലിട്ടു, പണി അല്പം സ്ലോ ആയിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും അമ്മ മാതാവ് എന്നെ വഴി നടത്തും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ നവംബർ 24-ാം തീയതി, അതായത് 24-ാം തീയതി എൻ്റെ മോളൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അവിടെ നിന്ന് 3:30 മണിയായപ്പം വിളിക്കുന്നു, ആൻറ്റി സ്നേഹയ്ക്ക് ഭയങ്കര തലവേദന, മുടിയൊക്കെ വലിച്ചു പറിക്കുന്നു, തല ഭയങ്കര വേദനയും ഭയങ്കര വിറയലും, അമ്മയെ കാണണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ 1 മണിക്കൂറിനകം വരാൻ, ഞാനൊരിടത്ത് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴേ അവിടുത്തെ ഫാദറിനെ ചെന്ന് കണ്ട് പറഞ്ഞപ്പോഴേ ഫാദർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവർ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്ന് ട്രിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയാലേ ട്രിപ്പ് കൊടുക്കുക, വളരെ സ്ലോയിൽ കൊടുക്കുമ്പോഴേ ടീച്ചേഴ്സിന് പോകാൻ പറ്റാത്തത് കൊണ്ട് അച്ഛൻ തന്നെ കൊണ്ടുവന്ന് കാറിൽ കൊണ്ടാക്കിയിട്ട് പോയി. ഞാനും എൻ്റെ ഭർത്താവും കൂടെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പ് കൊടുത്തു. ട്രിപ്പ് കുറച്ച് ചെന്നപ്പോഴത്തേക്ക് വിറയലും പനിയും കൂടി 106 ഡിഗ്രി പനിയായി. പെട്ടെന്ന് അവർ ഇഞ്ചക്ഷൻ കൊടുത്തു, അല്പം കുറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ വൈറൽ ഫീവറാണെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പം വൈറൽ ഫീവർ അല്ല, ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടുതലാണ്, 200-ൽ കൂടുതലായിപ്പോയി എന്ന് പറയുന്നു. അപ്പോഴേ വീട്ടിൽ രാത്രിയായപ്പോഴൊക്കെ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. ബാത്റൂമിൽ കൊണ്ടുപോകാനായിട്ട് ഞാനാണ് പിടിച്ചുകൊണ്ട് ഇറങ്ങുമ്പോഴേ കുട്ടി ദേഹം മൊത്തവും മരിച്ച ഒരു ബോഡിയിൽ തൊട്ടതുപോലെയായി. അപ്പോഴും ഈ മോള് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾ കുഴഞ്ഞു വീഴുന്നു. മൂത്താളിൻ്റെ ഭർത്താവ് വന്ന് എടുത്തുകൊണ്ട് കിടത്തി. പിറ്റേന്ന് ഗുളികയും മരുന്നും ഒക്കെ കൊടുത്തു, ചെറുതായിട്ട് കുറഞ്ഞു. 3-ൻ്റെ അന്ന് ഞാൻ ജോലിക്ക് പോയി. മൂത്ത മോള് വീണ്ടും കൂടുതലായി ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ഇൻഫെക്ഷൻ കൂടുതലാണ്, ഇവിടെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇല്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് 108 പിടിച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് മെനിഞ്ചൈറ്റിസ് ആണ്, നട്ടിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കണം, ഇവിടെ അഡ്മിറ്റ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മെനിഞ്ചൈറ്റിസ് എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി പുറത്തോടി. ഈ മക്കൾ ഇതറിയില്ല, അവർക്ക് ഇതിൻ്റെ സീരിയസ് അറിഞ്ഞൂടാ. ഞാൻ നിലവിളിച്ച്, മാതാവേ, ഞാൻ അമ്മയുടെ ഉടമ്പടിയിലാണ്, എൻ്റെ മോളും അമ്മയുടെ ഉടമ്പടിയിലാണ്, എൻ്റെ കുഞ്ഞിന് ഒരിക്കലും മെനിഞ്ചൈറ്റിസ് വരരുതേ, ആ രോഗമെന്ന് കേൾക്കാൻ നീ ഇടവരുത്തരുതേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. 8-9 മണിയെ ഞാൻ തിരിച്ചു പോന്നു. മോളെയും വേറൊരു പയ്യനെ ആക്കിയിട്ട് ഞാൻ തിരിച്ചു പോന്നു. എനിക്ക് റേഷൻ കടയിൽ ആളില്ലായിരുന്നു, ഞാൻ വർക്ക് ചെയ്യണത് അവിടെയാണ്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് കഴുത്തൊന്ന് താഴ്ത്താൻ പറഞ്ഞു. പെട്ടെന്ന് ഇവൾ കഴുത്ത് താഴ്ത്തി പറഞ്ഞു, ഇനി നട്ടലിൽ നിന്ന് കുത്തിയെടുക്കണ്ട, മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങി, ഇനി കുഴപ്പമില്ല, മെനിഞ്ചൈറ്റിസ് അല്ല എന്ന് പറഞ്ഞു. മാതാവ് എനിക്ക് ചെയ്ത വൻ കാര്യം. എൻ്റെ മകൾക്ക് മെനിഞ്ചൈറ്റിസ് അല്ലാതെയാക്കി 4 ദിവസം അവിടെ കിടന്നു. കാല് തറയിൽ ഊന്നാൻ വയ്യ, നടക്കാൻ വയ്യ, എടുത്തുകൊണ്ട് വീൽ ചെയറിൽ അടുത്ത് നിൽക്കുന്ന പിള്ളേരെ കൊണ്ടൊക്കെയാണ് എടുപ്പിച്ച് ഞാൻ കൊണ്ടുപോകണം. ഞാനും ഇവളുമാണുള്ളത്. ഞാൻ 4-ാമത്തെ ദിവസം ഞാനും എൻ്റെ മകളും കൂടെ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ കട്ടിലിൻ്റെ താഴെ മുട്ടിന്മേൽ നിന്ന് ഉടമ്പടി പ്രാർത്ഥന 5:30-ക്കുള്ളത് ചൊല്ലി, ഒരു ജപമാലയും ചൊല്ലി ഞങ്ങൾ 2 പേരും കിടന്നു. ഞാൻ പറഞ്ഞു, മക്കളെ, നിനക്ക് സുഖം കിട്ടും, മാതാവ് നിന്നെ തൊടും. ഞാൻ പറഞ്ഞു, അമ്മേ, നീ എന്നെ തൊട്ടേ മതിയാവൂ. അമ്മയുടെ അൽത്താരയിൽ ഞാൻ എൻ്റെ മകളെയും കൊണ്ടുവന്ന് അടുത്ത പ്രാവശ്യം പുതുക്കാൻ വരുമ്പോൾ ഞാൻ സാക്ഷി പറഞ്ഞേക്കാം, എൻ്റെ മകളെ നീ തൊട്ടേ മതിയാവൂ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ അത്ഭുതം പ്രവർത്തിച്ചു. നേരം വെളുത്തപ്പം നന്നായിട്ട് കാലൂന്നി ബാത്റൂമിൽ പോയി ആഹാരം കഴിച്ച് പിറ്റേന്ന് ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഉടമ്പടിക്ക് ശേഷം, ഇവിടെ 2022 ഉടമ്പടിക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ അനുദിനം ഇന്ന് വരെയും നടന്നുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അത്ഭുതമായ ശക്തികൾ മാത്രമാണ്. ഇത് മാത്രമല്ല, വളരെയേറെ അത്ഭുതം അമ്മ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ പത്രം വാങ്ങിക്കൊണ്ടുവന്ന് ആശുപത്രികളിലും അക്രൈസ്തവരുടെ ഇടയിലും എല്ലായിടത്തും കൊടുക്കും. കുരിശുമലയിൽ വരെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് കൊടുത്തു. അതുപോലെ രോഗികളായി കിടക്കുന്നവരെ സന്ദർശിക്കുന്നു. ഞാനും എൻ്റെ മകളും കൂടെ പോയി സന്ദർശിച്ച് പ്രാർത്ഥിക്കും. ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, ഉപ്പ് കൊണ്ടു കൊടുക്കും, ഉപ്പിട്ട് പ്രാർത്ഥിക്കും. പിന്നെ അവർക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ എന്നെ കഴിയുന്ന വിധം ഞാൻ ചെയ്യും. എന്നെ കഴിയുന്ന വിധമുള്ള എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ ചെയ്യും. അച്ഛൻ്റെ ടോക്ക് കാണും. ഞാൻ 6 മാസത്തിന് മുൻപ് വരെ എല്ലാ ദിവസവും എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും ചെയ്തു തന്ന എല്ലാ വൻ കാര്യങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. വിലാപങ്ങൾ 3:22-23. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. പ്രദീന എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് 10ഓളം ഉടമ്പടി സാക്ഷ്യങ്ങളാണ്
ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി എടുത്ത നാൾ മുതൽ സഹോദരിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു പ്രത്യാശ, പരിശുദ്ധമ്മ കൂടെയുണ്ട്. അമ്മ മാതാവ് ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും കാത്തുകൊള്ളും. അമ്മയിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥനയും പരിശുദ്ധമ്മയുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ ക്ലേശാവസ്ഥകളിൽ നിന്ന് കരകയറുവാൻ, അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഔഷധമാകുവാൻ, രോഗങ്ങൾക്ക് വിമുക്തി ലഭിക്കുവാൻ എപ്പോഴും സഹായിക്കും എന്ന വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഉടമ്പടി ജീവിതം പ്രാർത്ഥിക്കുന്നതും ഉടമ്പടി ജീവിതം നയിക്കുന്നതും. അതിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് സഹോദരി പങ്കുവെച്ച ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്ന സാക്ഷ്യങ്ങളും. വളരെ പ്രത്യേകിച്ച് മകൾക്ക് ലാപ്ടോപ്പ് കിട്ടുന്ന ആദ്യത്തെ ഒരു സാക്ഷ്യം ഉടമ്പടി എടുത്ത 3-ാമത്തെ ദിവസമാണ്. അങ്ങനെ 10 ലാപ്ടോപ്പ് കൊടുക്കുവാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് കേൾക്കുന്നത്. മകളുടെ പേര് 28-ാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും സഹോദരി പറയുന്നുണ്ട്, ഞാൻ കൊടുത്ത ഓരോ പേപ്പറിലും ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ കൊടുക്കുകയും അവിടെ ചെന്ന് അത് നടക്കില്ല, നോക്കാം, സാധിക്കില്ല എന്നൊക്കെ തടസ്സങ്ങൾ പറയുമ്പോഴും ഒട്ടും പ്രത്യാശ കൈവിടാതെ അവർ ആവശ്യപ്പെട്ട പേപ്പറുകളൊക്കെ നൽകിക്കൊണ്ട് ഓരോ പേപ്പറും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നൽകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് മകൾക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്നത്, എന്നാൽ ലഭിക്കില്ലെന്ന നേരിൽ പറഞ്ഞിരുന്ന കാര്യം 10-ാമതായിട്ട് ഉൾപ്പെടുത്തി മകൾക്ക് ലാപ്ടോപ്പ് ലഭിക്കുന്നതിന് ലാപ്ടോപ്പ് ലഭിച്ചപ്പോൾ തന്നെ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചുവെന്ന സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഏറ്റവും ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്ത് മകൾക്ക് പഠനത്തിലുള്ള ഏറ്റവും അനിവാര്യമായ ആ ഒരു ഉപകരണം കൈവശമാക്കുവാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നീട് അമ്മ പറയുന്നത് ഓരോ രോഗസൗഖ്യങ്ങളെയാണ്. ഓരോ സൗഖ്യവും പ്രതിസന്ധിയിലാണ് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അത് മെനഞ്ചൈറ്റിസ് വരുമ്പോഴും, അമ്മയ്ക്ക് ആദ്യം 13 വർഷം മുമ്പ് പോകുന്ന ക്യാൻസറിൻ്റെ വീണ്ടും അതിൻ്റെ ലക്ഷണത്തോടുകൂടി രോഗാവസ്ഥ ബാധിക്കുമ്പോഴും, പിന്നീട് അമ്മയ്ക്ക് ഒരു തളർച്ച സംഭവിക്കുമ്പോഴും, കുഞ്ഞിന് കണ്ണിൻ്റെ അസുഖം ഉണ്ടാകുമ്പോഴും ഓരോരുത്തരുടെയും പേരെടുത്ത് അമ്മ പറയുന്നുണ്ട്, രോഗങ്ങളിലേക്ക് ജീവിതം മാറുമ്പോൾ, പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ വഴുതുമ്പോൾ, ജീവൻ പോലും അപകടകരമാവുന്ന അവസ്ഥയിൽ രോഗം ഏറുമ്പോൾ ഒക്കെയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കൊടുത്തുകൊണ്ട് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുകയും അത് ഉപയോഗിക്കുകയും അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് വലിയ ശരണത്തോടുകൂടി അമ്മയുടെ സംരക്ഷണം തേടുമ്പോൾ അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ സൗഖ്യപ്പെടുത്തുന്ന സാന്നിധ്യം കൈമാറുകയും ചെയ്യുന്ന മരുന്നുകളൊക്കെ ഫലിക്കുകയും അപകടകരമായ എല്ലാ അവസ്ഥയിൽ നിന്ന് വേഗത്തിൽ സൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും കുടുംബത്തെ നയിക്കുകയും ചെയ്തുവെന്ന് അമ്മയുടെ വാക്കുകളിൽ നമ്മൾ കാണുന്നത് ഉടമ്പടി ജീവിതത്തോടുള്ള ഒരു വിശ്വസ്തതയാണ്. ഓരോ മാസവും അമ്മയുടെ തിരുനടയിലെത്തി പ്രാർത്ഥിക്കുക. അതോടൊപ്പം സഹോദരിയുടെ അമ്മയ്ക്ക് വന്ന ഗുരുതരമായ രോഗാവസ്ഥയിൽ അമ്മയെ ഇവിടെ ഈ ആലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന അമ്മ ഉടമ്പടി പുതുക്കുവാൻ പോയപ്പോൾ സൗഖ്യത്തിന് വേണ്ടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും തിരികെ വരുമ്പോൾ രോഗം സൗഖ്യപ്പെടുന്നതുമൊക്കെ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമുക്ക് ഒരു ആത്മധൈര്യത്തിൻ്റെ പുതിയ ജീവിതം കൈമാറുകയാണ്. ഏതൊരാപത്തിലും, ഏതൊരു രോഗത്തിലും, ഏതൊരു തകർച്ചയിലും, ഏതൊരു ഒറ്റപ്പെടലിലും കൂടെ ഒരമ്മ വരുമെന്നും ആ അമ്മ ജീവിതത്തെ നവീകരിക്കുമെന്നും കൂടുതൽ പ്രത്യാശയോടുകൂടി നല്ല മനോവിശ്വാസത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ നയിക്കുവാനുള്ള കെൽപ്പ് നമുക്ക് കൈമാറുവാൻ അമ്മയ്ക്ക് സാധിക്കുമെന്നും ഈ ഉടമ്പടിയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അസാധ്യതകളെ സാധ്യതകളാക്കി തരുന്ന അമ്മ, ഭാരങ്ങളെ ലഘൂകരിക്കുന്ന അമ്മ, ആ അമ്മയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെയാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.